പെരുമ്പാവൂർ നഗരസഭാ ബജറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ തിരസ്കരിച്ചു. പുതിയൊരു വികസന പദ്ധതികൾ കൊണ്ടുവരാതെ പഴയ ആവർത്തനങ്ങൾ മാത്രമാണ് 2026-27 ബജറ്റിലെന്ന് LDF കൗൺസിലർമാർ. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച പെരുമ്പാവൂർ നഗരസഭാ ബജറ്റിനെ തുടർന്നുണ്ടായ ചർച്ചയിലാണ് LDF കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചത്. പുതിയൊരു വികസന പദ്ധതികളും 26-27 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചത്. 3-4 വർഷമായി കണ്ടുവരുന്ന ബജറ്റിന്റെ തനിയാവർത്തനമാണ് ഇത്തവണത്തെയും ബജറ്റെന്ന് കൗൺസിലർ KP റെജിമോൻ അറിയിച്ചു. ബജറ്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു കണക്ക് പുസ്തകമാണ്. ആ കണക്ക് പുസ്തകം പോലും ശരിയാവണമെങ്കിൽ നഗരസഭയ്ക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള ആക്ച്വൽ ഫിഗർ, ആ ഫിഗർ വ്യക്തമാക്കിയിട്ടില്ല. ആ കോളം ബ്ലാങ്ക് ആണ്. ആക്ച്വൽ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാലാണ് വരും വർഷങ്ങളിലേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റ് നമുക്ക് തയ്യാറാക്കാൻ കഴിയൂ. അപ്പോൾ കഴിഞ്ഞ 2-3 വർഷക്കാലത്തെ ബജറ്റ് പുസ്തകം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ തനി ആവർത്തനമാണ്. ഒരു പദ്ധതി പോലും പുതിയതായി ഏതെങ്കിലും ഒരു പദ്ധതി നടക്കുമോ നടക്കാതിരിക്കട്ടെ ബജറ്റിൽ ഉൾപ്പെടുത്താൻ പോലും കഴിയാത്ത ഭാവനാശൂന്യമായ ബജറ്റാണ്. ഇപ്പോൾ അതിൽ കണ്ട ഒരു വിരോധാഭാസം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വലിയ കുതിച്ചുചാട്ടമാണ്. ഒന്ന്, നമ്മുടെ ക്രീമിറ്റോറിയം ശാന്തിവനം, അവിടെ നിലവിൽ ലഭിച്ചിട്ടുള്ള വരുമാനത്തിൻ്റെ 3 ഇരട്ടി വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. എന്താ, വല്ല കൊറോണ പോലുള്ള, കോവിഡ് പോലുള്ള അല്ലെങ്കിൽ നിപ്പ പോലുള്ള പകർച്ചവ്യാധികളെ ഈ ഭരണാധികാരികൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുക. അതുപോലെയാണ് ഓരോന്നും. നമ്മുടെ EMS ടൗൺ ഹാളിന് നവീകരണത്തിന് മാറ്റിവെച്ചിട്ടുള്ളത് വളരെ നാമമാത്രമായ തുകയാണ്. ആ ടൗൺ ഹാളിൻ്റെ പേര് EMS ടൗൺ ഹാൾ എന്ന് ആയതാണോ പെരുമ്പാവൂർ പൗരാവലി ചെയ്ത തെറ്റ്? അങ്ങനെയാണെങ്കിൽ വല്ലത്ത് ശ്രീ TP ഹസൻ്റെ പേരിലുള്ള നമ്മുടെ വല്ലം റെസ്റ്റ് ഹൗസ് നശിച്ച് നാനാന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി രമണീയമായ പെരുമ്പാവൂരിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശത്ത് നിലനിൽക്കുകയാണ്. 1 രൂപ പോലും അതിൻ്റെ നവീകരണത്തിന് മാറ്റിവെച്ചിട്ടില്ല. അവിടുത്തെ ടോയ്ലറ്റിൻ്റെ വാതിലിന് കുറ്റിയില്ല. അപ്പോൾ ഈ ഭാവനാസമ്പന്നമായ ഒരു പദ്ധതികളും പ്രഖ്യാപിക്കാൻ കഴിയാത്ത കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ പദ്ധതികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എഴുതി വച്ചിട്ടുള്ള ഒരു കണക്ക് പുസ്തകമാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ബജറ്റ് ഞങ്ങൾ നിരാകരിക്കുകയാണ്. പുതിയ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി വീണ്ടും ബജറ്റ് അവതരിപ്പിക്കണമെന്ന് കൗൺസിലർ VP ബാബു അഭിപ്രായപ്പെട്ടു. പെരുമ്പാവൂർ നഗരസഭയുടെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് മാർച്ച് മാസം 9-ാം തീയതി കൗൺസിലിൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്നുള്ള ചർച്ച ഇന്ന് 11-ാം തീയതി നടക്കുകയുണ്ടായി. ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ പെരുമ്പാവൂർ പട്ടണത്തിനോ പെരുമ്പാവൂർ പട്ടണ നിവാസികൾക്കോ ആവശ്യമായ യാതൊരുവിധ വികസന കാഴ്ചപ്പാടോ ഒന്നും തന്നെ കാണാനില്ല. ആയതിനാൽ ഈ ബഡ്ജറ്റ് ശക്തിയുക്തം ഞങ്ങൾ LDF കൗൺസിലർമാർ എതിർക്കുകയുണ്ടായി. അതിനടിസ്ഥാനമായ കാരണങ്ങൾ പെരുമ്പാവൂർ നഗരസഭയെ ബാധിക്കുന്ന ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പെരുമ്പാവൂർ നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കിയ വികസന പദ്ധതികളോ ഈ ബഡ്ജറ്റിൽ കാണാനിടയായില്ല. അതുമാത്രമല്ല, ഈ ബഡ്ജറ്റിൻ്റെ വരവ് ചെലവുകളെക്കുറിച്ച് കൗൺസിലർമാർക്ക് ചർച്ച ചെയ്യണമെങ്കിൽ 2024-25ലെയും 2025-26ലെയും എന്താണ് ഈ നഗരസഭയുടെ വരുമാനം, എന്താണ് ഈ നഗരസഭയുടെ ചെലവുകൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബഡ്ജറ്റ് പുസ്തകത്തിൽ ബ്ലാങ്കാണ്. ഒരു കാര്യങ്ങളും അതിലില്ല. ഇതൊന്നുമില്ലാതെ ഒരു ബഡ്ജറ്റ് നഗരസഭാ കൗൺസിലർമാർക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് കൗൺസിലർമാർ നിരാകരിക്കുകയാണ് ഉണ്ടായത്. ഇത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കൗൺസിൽ യോഗം വീണ്ടും വിളിക്കണം ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ. അതാണ് LDF കൗൺസിലർമാരുടെ നിലപാട്. അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് കണ്ണുപിടിച്ചാൽ ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ കാണുന്നത് കഴിഞ്ഞ 5-6 വർഷക്കാലമായി പെരുമ്പാവൂർ നഗരസഭയിൽ ലോറി സ്റ്റാൻഡ്, കാറ്റിൽ മാർക്കറ്റ്, അല്ലെങ്കിൽ പുതിയ നഗരസഭാ കാര്യാലയം, ഇത്തരത്തിൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട്, അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പുതിയൊരു വികസന പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കില്ല. ഒരു പദ്ധതിയും ചൂണ്ടിക്കാണിക്കാത്ത ഈ ബഡ്ജറ്റിലെ ശക്തിയുക്തം LDF കൗൺസിലർമാർ എതിർക്കുകയാണ്. സ്ത്രീ സൗഹൃദ ബജറ്റാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ അതിനുവേണ്ട പദ്ധതികൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കുറഞ്ഞ ഫണ്ടാണ് അനുവദിച്ചതെന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അജി സി പണിക്കർ അറിയിച്ചു. ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ് ഒട്ടും തന്നെ സ്ത്രീ സൗഹൃദമായ ഒരു ബജറ്റ് അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരാക്ഷേപം.
ഒരു വനിതാ ചെയർപേഴ്സണായിരിക്കുന്ന പെരുമ്പാവൂർ നഗരസഭയിൽ ഒരു സ്ത്രീ സൗഹൃദ ബജറ്റാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിൽ വനിതകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സംരംഭകരായി വരുന്ന വനിതകളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പദ്ധതികളും ആവിഷ്കരിക്കുവാൻ ഈ ബജറ്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് വേദനാജനകമാണ്. അതുപോലെ തന്നെ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ തുക, അതൊക്കെ പേരിന് പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇന്നും പെരുമ്പാവൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ സ്വന്തമായി വീടില്ലാതെ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട്, ഒരു നഗരത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ എങ്ങനെയാണ് ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്ന വലിയ വിഷമമുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടി കേവലം 50 ലക്ഷം രൂപ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 6 സ്കൂളുകളാണ് പെരുമ്പാവൂരിലുള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടി ആയതുകൊണ്ട് അത് എടുത്തു പറയാതെ പോകാൻ പറ്റില്ല. പെരുമ്പാവൂരിലെ ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കൃത്യമായ രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഇടതുപക്ഷ സർക്കാർ കൊടുത്തിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പെരുമ്പാവൂർ നഗരസഭയിലെ UDF കൗൺസിലിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ വർഷവും ലോറി സ്റ്റാൻഡും കന്നുകാലി മാർക്കറ്റും വെജിറ്റബിൾ മാർക്കറ്റും ഒക്കെ പല പല പേര് പറഞ്ഞുകൊണ്ട് പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കപ്പെടുന്നില്ല. എല്ലാം പദ്ധതികൾ ഉണ്ട് എന്ന രീതിയിൽ പൊടിമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ബജറ്റിന്റെ പ്രസന്റേഷനിൽ ഈ നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ LDF കൗൺസിലർമാർ ഏകകണ്ഠമായി ഈ ബജറ്റിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ തയ്യാറാക്കിയ ബജറ്റും പ്രകാരം മുമ്പോട്ട് പോകുവാൻ കഴിയില്ലെന്നറിയിച്ച് LDF കൗൺസിലർമാർ ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.